ഞങ്ങളുടെ അക്കോമഡേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഈ ബാഗ ബീച്ച് ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തോന്നി വരണ്ടായിരുന്നെന്ന്. മഴ ഒരു സൈഡില്, അതുപോരാത്തതാ നിറയെ വേസ്റ്റും. പോരാത്തതിനതാ ചുറ്റുമുള്ള ഈ കൊട കെട്ടി വെച്ചേക്കുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ കള്ളു കുടിക്കാനുള്ള വിളി. ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നേ. പക്ഷെ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എന്റെ കണ്ണിലൊരു കട ഉടക്കി. ആ കട ഈ കാണുന്നത് നിറയെ വെറൈറ്റി കമ്മലുകൾ. എന്തൊരു ഭംഗിയാണെന്നറിയോ, മാലകളും ഒരുപാട് സാധനങ്ങളുണ്ടേ. ഇത് മറ്റേ CID മൂസക്കകത്തെ ബിന്ദു പണിക്കരുടെ അവസ്ഥയാ. ദേ ഈ ചുമന്ന കമ്മല് ഞാൻ എടുത്തേ. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കട. എന്താ എടുക്കണ്ടേ എന്താ വേണ്ടേ എന്നുള്ളത് നമുക്ക് അറിയാത്തൊരവസ്ഥ. എന്ത് കണ്ടാലും എടുക്കാൻ തോന്നും. ഈ ആമക്കുട്ടനെ ഞാൻ എടുത്തു 2 എണ്ണം. എനിക്കിഷ്ടപ്പെട്ടു. ഇതെടുക്കാൻ എന്നെ സമ്മതിച്ചില്ല. അതിനു പകരം ഈ കുപ്പിക്കകത്ത് ഇറക്കിയേക്കുന്ന ബോട്ട് ഞാൻ മേടിച്ചു. മിനിയേച്ചർ ബൈക്ക് എൻ്റെ കണ്ണിൽ പെട്ടു, പക്ഷെ എടുത്തില്ല. ഈ കാലിലിടുന്ന ശങ്കുള്ള സാധനവും ഞാൻ എടുത്തേ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ കണ്ണാടി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, ഈ ചീപ്പും. പക്ഷേ അതെടുക്കാൻ എന്നെ സമ്മതിച്ചില്ല. അതിൻ്റെ പല വെറൈറ്റി ഞാൻ എടുത്ത് പൊക്കിയും തിരിച്ചും മറച്ചും ഒക്കെ നോക്കിയെങ്കിലും അതിനു മുന്നേ ഞാനൊരു കണ്ണാടി എടുത്തിടോ. അതിങ്ങനത്തെ അല്ല കേട്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന പോലത്തെ. ദേ ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇതെടുത്തോണ്ട് അതെടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെതാ ഈ കുട്ടി മിനിയേച്ചർ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അതിന് മുന്നേ ലുലു എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് എനിക്കിത് മേടിച്ചെന്നില്ല. സംഭവം എൻ്റെ വീട്ടിലെ ഷോക്കേസിലുണ്ട്. ഈ ഒരു കോട്ട് ഞാൻ മേടിച്ചേ. നല്ല മഴയുണ്ടേ. ഇനി പോണെങ്കിൽ നമുക്ക് കോട്ട് വേണം. ഇവിടെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കിട്ടുന്നത്. നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിൽ കയറിയെങ്കിലും നമുക്കിതാണ് കിട്ടിയത്. ഗോവയിൽ വന്നിട്ട് നമ്മൾ ഫെനി ടേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാ? ഫെനി മേടിക്കാൻ വേണ്ടി നമ്മളൊരു ലിക്കർ ഷോപ്പിൽ കയറിയേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലിക്കർ ഷോപ്പ് കാണുന്നത്. ഇത്രയധികം സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തി ഇതിനകത്ത് പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ഉണ്ടോ.